ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BQ റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തേങ്ങാ ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു സ്പെഷ്യൽ ചേരുവ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചട്നി അരച്ചെടുക്കുന്നത്. ഇനി തേങ്ങാ ചട്നി അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെയൊന്ന് അരച്ച് നോക്കൂ. ദോശയുടെ കൂടെ ആയാലും ഇഡ്ഡലിയുടെ കൂടെ ആയാലും ഈ ചട്നി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കാനുണ്ട്. അതിനായിട്ടൊരു സ്റ്റീലിൻ്റെ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. ഇനി ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 10-12 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും ചേർക്കാം, പക്ഷേ കൂടുതൽ ടേസ്റ്റിയും ഹെൽത്തിയും ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തോ ചെറുതായി അരിഞ്ഞോ ചേർക്കാം. ഇനി എരിവിനാവശ്യമായ പച്ചമുളക് ചേർക്കണം. 3 പച്ചമുളകാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇത് 3 കൂടി ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ചട്നിക്ക് ആവശ്യമായ പുളി ചേർക്കണം. ഒരു ചെറിയ കഷ്ണം വാളൻപുളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ്. ഒരു 10-15 സെക്കൻഡ് കൂടി വഴറ്റിയാൽ മതി. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ആവശ്യത്തിന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്നിയിലേക്ക് ഒരു സ്പെഷ്യൽ ചേരുവ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് മുരിങ്ങയിലയാണ്. 2 പിടിയോളം മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില. ദിവസവും 1 പിടിയെങ്കിലും മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസുഖങ്ങളൊന്നും വരാതെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഈ മുരിങ്ങയില ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിൻ്റെ പച്ച കളർ ഒന്നും മാറിപ്പോകാതെ കരിഞ്ഞു പോകാതെ വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. മുരിങ്ങയില ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ചിരകിയ തേങ്ങയാണ്. 2 പിടിയോളം ചിരകിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് ഒരുപാട് സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുന്നത് വരെ ഒരു 15 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. തേങ്ങ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുകയാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ഞാനിതിലേക്ക് ഒരു വറവും കൂടി ഇടുന്നുണ്ട്. കടുക് വറുത്തിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇത് തീർത്തും ഓപ്ഷനിലാണ് കേട്ടോ. നേരത്തെ കുറച്ച് എണ്ണ ചേർത്തിരിക്കുന്നതുകൊണ്ട് കൂടുതൽ എണ്ണയായി പോകും എന്നൊക്കെ തോന്നുന്നവർക്ക് ഈ ഒരു വറവ് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള മുരിങ്ങയില തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാ ചട്നി അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ 1-2 പിടി മുരിങ്ങയില കൂടി ചേർത്ത് അരച്ച് നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചട്നി അരച്ചെടുക്കാവുന്നതാണ്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണിത് കഴിക്കാനായിട്ട്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒപ്പം മാത്രമല്ല ചോറിൻ്റെ കൂടെയും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ഹെൽത്തി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.